ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ക്യൂ സിസ്റ്റമാണ്. നമ്മൾ ഡാറ്റ സ്ട്രക്ചറിലൊക്കെ കാണുന്ന തൊട്ട് ക്യൂ സിസ്റ്റം, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയും, അതായത് ഫിഫോ എന്ന് പറയും. ആ മെക്കാനിസമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറ്റൊരു മെക്കാനിസം ഉണ്ട് സ്റ്റാക്ക്, അത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയും, ലിഫോ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ക്യൂ മെക്കാനിസം. സോ നമുക്ക് ഒരു അറേ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് അത് വെച്ച് നമുക്കൊന്ന് പഠിക്കാം. ഞാനിപ്പോൾ ആദ്യം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞൊരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നു. ആപ്പിൾ, ബനാന, പൈനാപ്പിൾ, ഓറഞ്ച്. ഞാൻ ഇതിനകത്തോട്ട് 4 ഫ്രൂട്ട്സ് നെയിം ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പുതിയത് ആഡ് ചെയ്താൽ പുതിയ ആഡ് ചെയ്യുന്നത് ഓറഞ്ചിന് ശേഷം വേണം വരാൻ. അതായത് നമുക്ക് ഇതിനകത്തുനിന്ന് റിമൂവ് ചെയ്താൽ നമുക്ക് പോകേണ്ടത് ആപ്പിൾ ആയിരിക്കണം ആദ്യം പോകേണ്ടത്, രണ്ടാമത് ബനാന ഡിലീറ്റ് ആകണം. അപ്പം പുതിയതായിട്ടൊരു ഫ്രൂട്ട് ആഡ് ചെയ്താൽ ആ ഫ്രൂട്ട് ഓറഞ്ചിന് ശേഷം വരണം. ഒരു ഫ്രൂട്ട് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം ഉള്ള ആപ്പിൾ ആയിരിക്കണം റിമൂവ് ആകേണ്ടത്. വീണ്ടും റിമൂവ് കൊടുത്താൽ ബനാന റിമൂവ് ആകണം. വീണ്ടും റിമൂവ് കൊടുത്താൽ പൈനാപ്പിൾ റിമൂവ് ആണ്. അതാണ് നമ്മൾ ക്യൂ എന്ന് പറഞ്ഞ മെക്കാനിസം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരെണ്ണം ആഡ് ചെയ്യാം. ആ ആഡ് ചെയ്യുന്നത് ഓറഞ്ചിന് ശേഷം വേണം വരാൻ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിനി ഇപ്പോൾ ആപ്പിൾ, ബനാന, പൈനാപ്പിൾ, ഓറഞ്ച് ഇത്രയും ഫ്രൂട്ട് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് പ്രിൻ്റ് ചെയ്യാം. നമ്മൾ ആഡ് ചെയ്യുന്ന വരണ്ട, അതിന് വേണ്ടിയുള്ളൊരു ഫംഗ്ഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഫ്രൂട്ട്സ് ഡോട്ട് പുഷ്. ഈ പുഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലോട്ടേ വരത്തുള്ളൂ. അത് സാധാരണ ക്യൂവിൽ എങ്ങനെ ആൾക്കാർ നിൽക്കുന്നത് ആ ഒരു മെക്കാനിസം. നമ്മൾ അതിനകത്തോട്ട് ലെമൺ ആഡ് ചെയ്യുന്നു. ഇനി നമുക്കൊന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് ഫ്രൂട്ട്സ്. നമുക്കൊരു ബ്രേക്ക് ആഡ് ചെയ്യാം. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് BR, അതൊരു ബ്രേക്ക് ആഡ് ചെയ്തോളൂ. ഇപ്പം നമുക്ക് കാണാം ലെമണ് ഏറ്റവും ഒടുവിലായിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഷിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. നമുക്കതൊന്ന് ഉപയോഗിച്ച് നോക്കാം. ഫ്രൂട്ട്സ് ഡോട്ട് ഷിഫ്റ്റ് കൊടുത്താൽ മാത്രം മതി. അത് ആപ്പിൾ ആയിരിക്കും ആദ്യം റിമൂവ് ചെയ്യുക ഇതിനകത്തുനിന്ന്. ദെൻ നമുക്ക് ഇതേ മെക്കാനിസം ഒന്ന് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഒരു ബ്രേക്ക് കൊടുത്തിട്ട് അതിന് ശേഷമുള്ള ഫ്രൂട്ട്സിനകത്ത് എന്ത് കാണുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം ആപ്പിൾ ഇവിടെ റിമൂവ് ആയിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി വീണ്ടും നമുക്ക് ഈ ലൈൻസ് ഒന്ന് കോപ്പി പേസ്റ്റ്, അതായത് ഓരോന്നോരോന്ന് നമ്മൾ താഴോട്ട് റിമൂവ് ചെയ്യുന്നു. ഇനി നമുക്കൊന്ന്, ഇപ്പോൾ ഞാൻ ഇവിടുന്ന് 2-3 എണ്ണം റിമൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ സേവ് ചെയ്യുക. ദെൻ ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്താൽ നമുക്ക് കാണാം ഇപ്പം നമുക്ക് ബനാന റിമൂവ് ആയിട്ടുണ്ട്. ആദ്യം ആപ്പിൾ റിമൂവായി, പിന്നെ ബനാന റിമൂവായി, അതിനുശേഷം പൈനാപ്പിൾ റിമൂവായി. ഇപ്പോൾ ഒടുവിലുള്ളത് ഓറഞ്ചും ലെമണും മാത്രമാണ്. സോ ഈ ഒരു മെക്കാനിസം വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്യൂ എന്ന് പറഞ്ഞ ആ ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്ന ക്യൂ എന്ന് പറഞ്ഞ മെക്കാനിസം നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം വളരെ ഈസി ആയിട്ട്. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ പുഷും ഡിലീറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഫംഗ്ഷൻ ഷിഫ്റ്റുമാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് കൂടുതൽ വീഡിയോ ആഡ് ചെയ്യുന്നതിന് വളരെ സഹായകമായിരിക്കും. താങ്ക് യു.